നമസ്കാരം. ശ്രീലങ്കൻ തീരത്ത് വെച്ച് ഇറാനിയൻ യുദ്ധക്കപ്പൽ മുങ്ങിയ സംഭവത്തിൽ ആദ്യത്തെ ഔദ്യോഗിക പ്രതികരണവുമായി ഇന്ത്യ. അപകടം നടന്നയുടൻ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ നാവികസേന സജീവമായി ഇടപെട്ടിരുന്നുവെന്ന് നാവികസേന പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. സംഭവം നടന്ന ഉടൻ തന്നെ ഹെലികോപ്റ്ററുകളും കപ്പലുകളും അയച്ചുകൊണ്ട് ഇന്ത്യ സഹായം നൽകാൻ തയ്യാറായിരുന്നുവെന്നും നിലവിൽ ശ്രീലങ്കൻ നാവികസേനയുമായി ചേർന്ന് തിരച്ചിൽ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നുമാണ് നാവികസേന വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ പ്രസ്താവനയനുസരിച്ച് മാർച്ച് 4 പുലർച്ചെയാണ് കൊളംബോയ്ക്ക് സമീപം വെച്ച് ഇറാനിയൻ യുദ്ധക്കപ്പലായ IRIS ദേനയിൽ നിന്ന് അപായ സന്ദേശം ലഭിച്ചത്. ഈ വിവരം ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയത് ശ്രീലങ്കൻ നാവികസേനയാണ്. അപകടം നടന്ന പ്രദേശം ശ്രീലങ്കൻ അധികാരപരിധിയിൽ വരുന്നതാണ് എന്നതിനാൽ പ്രാഥമിക രക്ഷാപ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം ശ്രീലങ്കൻ നാവികസേനയ്ക്കായിരുന്നു. ഗ്യാലിന് 20 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറാണ് കപ്പലുണ്ടായിരുന്നത്. വിവരം ലഭിച്ച ഉടൻ തന്നെ ഇന്ത്യൻ നാവികസേന തങ്ങളുടെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ശ്രീലങ്കയുടെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുന്നതിനായി മാർച്ച് 4 രാവിലെ 10 മണിക്ക് ദീർഘദൂര സമുദ്ര നിരീക്ഷണ വിമാനം വിന്യസിച്ചു. അടിയന്തര സാഹചര്യത്തിൽ ആകാശത്ത് നിന്ന് താഴേക്ക് ലഭ്യമാകാൻ സാധിക്കുന്ന ലൈഫ് റാഫ്റ്റുകളുമായി മറ്റൊരു വിമാനത്തെ സജ്ജമാക്കി നിർത്തിയിരുന്നു. സമീപ പ്രദേശത്തുണ്ടായിരുന്ന INS തരംഗിണി രക്ഷാപ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നതിനായി നിയോഗിക്കപ്പെടുകയും വൈകുന്നേരം 4 മണിയോടെ സംഭവസ്ഥലത്തെത്തുകയും ചെയ്തു. അപ്പോഴേക്കും ശ്രീലങ്കൻ നാവികസേനയും മറ്റ് ഏജൻസികളും തിരച്ചിൽ ആരംഭിച്ചിരുന്നു. കാണാതായവർക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കുന്നതിനും കപ്പൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് മാനുഷിക സഹായം നൽകുന്നതിനുമായി കൊച്ചിയിൽ നിന്ന് INS ഇക്ഷക് പുറപ്പെടുകയും നിലവിൽ ആ പ്രദേശത്ത് തിരച്ചിൽ തുടരുകയും ചെയ്യുന്നു. രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രീലങ്കൻ അധികൃതരുമായിട്ടുള്ള ഏകോപനം തുടരുകയാണെന്നുമാണ് വിശദീകരണം. ഇറാൻ കപ്പൽ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു പ്രതികരണവും നൽകാത്തതിനെതിരെ പ്രതിപക്ഷം ശക്തമായി വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. എന്നിരുന്നാലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ശ്രീലങ്കയുടെ തെക്കൻ തീരത്തിന് സമീപം US അന്തർവാഹിനി ഇറാന്റെ യുദ്ധക്കപ്പലായ IRIS ദേനയെ ടോർപിഡോ ഉപയോഗിച്ച് തകർക്കുകയായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് അമേരിക്ക ഒരു ശത്രു കപ്പലിനെ ടോർപിഡോ ഉപയോഗിച്ച് മുക്കുന്നത്. ഇതിന് പിന്നാലെ നടപടിയിൽ അമേരിക്കയ്ക്ക് കൈപ്പേറിയ രീതിയിൽ ദുഃഖിക്കേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മുന്നറിയിപ്പ് നൽകിയിരുന്നു. സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇറാൻ തീരത്ത് നിന്ന് 2000 മൈൽ അകലെ കടലിൽ വെച്ച് US ഒരു അതിക്രമം നടത്തിയിരിക്കുന്നു. ഇന്ത്യൻ നാവികസേനയുടെ അതിഥിയായി 130ഓളം നാവികരെയും വഹിച്ചിരുന്ന IRIS ദേന യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അന്താരാഷ്ട്ര സമുദ്ര മേഖലയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ വാക്കുകൾ ഓർത്തു വെച്ചോളൂ. നടപ്പിലാക്കിയ ഈ കീഴ്വഴക്കത്തിന് അമേരിക്ക അത്യധികം പശ്ചാത്തപിക്കേണ്ടി വരും എന്നായിരുന്നു അരാഗ്ചിയുടെ വാക്കുകൾ. ഫെബ്രുവരി 18 മുതൽ 25 വരെ വിശാഖപട്ടണത്ത് നടന്ന മിലാൻ അന്താരാഷ്ട്ര നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങിയായിരുന്നു ഇറാന്റെ കപ്പൽ. ഇന്ത്യൻ നാവികസേനയുടെ അതിഥിയായി എത്തിയ കപ്പലിനെയാണ് മുന്നറിയിപ്പില്ലാതെ ആക്രമിച്ചതെന്ന് ഇറാൻ ചൂണ്ടിക്കാട്ടി. കപ്പലിൽ ഏകദേശം 130 നാവികരുണ്ടായിരുന്നു. അമേരിക്കൻ ആക്രമണത്തിൽ 80ലേറെ പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 30ഓളം ഇറാനിയൻ നാവികസേനയെ ശ്രീലങ്കൻ നാവികസേന രക്ഷപ്പെടുത്തിയിരുന്നു. ഇവരെ ചികിത്സയ്ക്കായി തെക്കൻ തുറമുഖ നഗരമായ ഗാലയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ സംഘർഷം ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ഇന്ത്യയുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. അതിനിടെ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് ഇന്ത്യ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിന് വേണ്ടി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഡൽഹിയിലെ ഇറാൻ എംബസി സന്ദർശിച്ചാണ് അനുശോചനം അറിയിച്ചത്. എംബസിയിൽ തയ്യാറാക്കിയ അനുശോചന പുസ്തകത്തിൽ അദ്ദേഹം ഒപ്പിടുകയും ഇറാൻ സ്ഥാനപതിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഖമേനി വധത്തിൽ ഇതുവരെയും പ്രതികരിക്കാത്തതിലും കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചിരുന്നു. സർക്കാരിന്റെ മൗനം ഇന്ത്യക്ക് നാണക്കേടാണെന്നായിരുന്നു പ്രതിപക്ഷ വിമർശനം. ഇതിന് പിന്നാലെയാണ് ഇന്ത്യ ഔദ്യോഗികമായി അനുശോചനം രേഖപ്പെടുത്തിയത്.